നമസ്കാരം. കാത്തിരിപ്പിനൊടുവിൽ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മ ക്യാപ്റ്റനും ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റനുമായ ടീമിൽ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ശ്രേയസ് അയ്യർ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തുകയാണ്. യശസ്വി ജയ്സ്വാളിനെ ഇന്ത്യ ആദ്യമായി ഏകദിന ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പരിക്കിനെ തുടർന്ന് 14 മാസത്തോളം പുറത്തായിരുന്ന മുഹമ്മദ് ഷമിക്കും തിരിച്ചുവരവ് നടത്താനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല. എന്തായാലും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്കായി പ്രഖ്യാപിച്ച ടീമിന്റെ കരുത്തും ദൗർബല്യവും പരിശോധിക്കാം. കണക്കുകൾ പ്രകാരം നോക്കുമ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ആരെയും മോഹിപ്പിക്കുന്നതാണ്. രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ എന്നിങ്ങനെ നീളുന്ന തകർപ്പൻ ബാറ്റിംഗ് നിരയാണ് ഇന്ത്യയുടേത്. ഇത്തവണത്തെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ഫോമിലാണെങ്കിൽ എല്ലാ എതിരാളികളും ഭയക്കുക തന്നെ ചെയ്യും. 7ാം നമ്പർ വരെ നല്ല ബാറ്റ്സ്മാൻമാരെ കളത്തിലിറക്കാനും ഇന്ത്യക്കാകും. ബാക്കപ്പായി ഇന്ത്യക്കൊപ്പമുള്ളതും മികച്ച താരങ്ങൾ തന്നെയാണ്. യശസ്വി ജയ്സ്വാളും ഋഷഭ് പന്തുമെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശേഷിയുള്ളവരാണ്. അനുഭവസമ്പന്നരായ താരങ്ങളാണ് ഇത്തവണത്തെ ഇന്ത്യൻ ടീമിന്റെ പ്രധാന സവിശേഷത. ദുബായിലെ പിച്ചിൽ IPL കളിച്ചുള്ള അനുഭവ സമ്പത്തും ഇവർക്കുണ്ട്. ഇതെല്ലാം ഇന്ത്യക്ക് ഗുണകരമായി മാറുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്താണ് ടീമിന്റെ പ്രധാന ശക്തി. ഇന്ത്യയുടെ പ്രധാന പ്രശ്നം പരിക്കാണെന്ന് പറയാം. ഇന്ത്യ പേസ് നിരയിലേക്ക് ജസ്പ്രീത് ബുംറയെ പരിഗണിച്ചിട്ടുണ്ട്. എന്നാൽ ബുംറ കളിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പു പറയാൻ സാധിക്കില്ല. നിലവിൽ പരിക്കേറ്റ് വിശ്രമത്തിലാണ് ബുംറയുള്ളത്. 14 മാസത്തിന് ശേഷം തിരിച്ചുവരുന്ന മുഹമ്മദ് ഷമിയെ വിശ്വസിക്കാൻ സാധിക്കില്ല. ഷമിയുടെ ശരീരഭാരം ഇപ്പോൾ അല്പം ഉയർന്നിട്ടാണ്. ഇത് താരത്തിന്റെ പ്രകടനത്തെ ബാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. അർഷ്ദീപ് സിംഗ് T20യിൽ ഗംഭീര ബൗളറാണ്. എന്നാൽ ഏകദിനത്തിൽ എത്രത്തോളം ഫലം ചെയ്യുമെന്നതാണ് ചോദ്യം. ബുംറയ്ക്ക് കളിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യക്ക് 8ന്റെ പണി കിട്ടും. ഇന്ത്യയുടെ പേസ് നിരയിൽ നിന്ന് മുഹമ്മദ് സിറാജിനെ തഴഞ്ഞത് മണ്ടൻ തീരുമാനമാണെന്ന് തന്നെ പറയണം. എന്തായാലും ഇന്ത്യയുടെ പേസ് ബൗളിംഗ് നിരയിൽ ദൗർബല്യങ്ങൾ ഉണ്ടെന്ന കാര്യവും വ്യക്തമാണ്. ഇന്ത്യ 3 സ്പിൻ ഓൾറൗണ്ടർമാരെയാണ് ടീമിലേക്ക് പരിഗണിച്ചിരിക്കുന്നത്. അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവും ടീമിലുണ്ട്. ദുബായിലെ പിച്ചിൽ കൈക്കുഴ സ്പിന്നർമാർക്കാവും കൂടുതൽ തിളങ്ങാനാവുന്നത്. ഒരേ ബൗളിംഗ് ശൈലിയുള്ള അക്ഷറിനെയും ജഡേജയെയും സുന്ദറിനെയും ഇന്ത്യ ടീമിലേക്ക് പരിഗണിച്ചത് മണ്ടത്തരമാണെന്ന് തന്നെ പറയാം. നിതീഷ് കുമാർ റെഡ്ഡിയെ ടീമിലെടുത്ത് വാഷിംഗ്ടൺ സുന്ദറിനെ റിസർവ് താരമാക്കുന്നതായിരുന്നു നല്ലത്.